കേരള പി എസ് സിയുടെ ഒരു ബിഗ് അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. കേരള പി എസ് സി ഒഫീഷ്യലി ചില പോസ്റ്റുകളിലേക്കുള്ള കൺഫർമേഷനും അതേപോലെ തന്നെ എക്സാം ഡേറ്റും അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മൾ എല്ലാവരും കാത്തിരുന്നിട്ടുള്ള KEE ഓപ്പറേറ്റർ എക്സാം ഉൾപ്പെടെയാണ് ഇത്തവണ കൺഫർമേഷനിൽ വന്നിരിക്കുന്നത്. എക്സാം ഡേറ്റ് ഉൾപ്പെടെ വന്നിട്ടുണ്ട്. അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പരിശോധിക്കാം. അപ്പൊ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീഡിയോകൾ ഏറ്റവും ആദ്യം നിങ്ങളിലേക്ക് എത്താൻ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അപ്പൊ അതിൽ ആദ്യം നമ്മൾ നോക്കുന്നത് സബ് എഞ്ചിനീയർ ഡയറക്ട് റിക്രൂട്ട്മെന്റ്. ഇത് KCBയിലല്ല, ഇലക്ട്രിസിറ്റി വിങ് തന്നെയാണ്. പക്ഷേ ഇതെന്താണ്, തൃശ്ശൂർ കോർപ്പറേഷനിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് 3/8, അതായത് ഓഗസ്റ്റ് 3-ാം തീയതിയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കൺഫർമേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 23/5/2026 മുതൽ 11/6/2026 വരെ നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാം. ഇതിലെ നമ്പർ ഓഫ് അപ്ലിക്കൻസ് എന്ന് പറയുന്നത് 8030 ആണ്. അതായത് ഈ ഒരു ഇലക്ട്രിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് നന്നായിട്ട് ആളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നല്ല കോമ്പറ്റീഷൻ നടക്കാൻ സാധ്യതയുള്ള ഒരു എക്സാം തന്നെയാണ് ഈ ഒരു സബ് എഞ്ചിനീയർ പോസ്റ്റ്. കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻ ഈ ഒരു പോസ്റ്റിലേക്ക് ആവശ്യമാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ സോയിൽ കൺസർവേഷൻ ഡയറക്ട് റിക്രൂട്ട്മെന്റ്, ഇത് സിവിൽ എഞ്ചിനീയറിംഗിലെ ഒരു പോസ്റ്റ് ആണ്. ഇതിന്റെ എക്സാം ഡേറ്റ് വന്നിരിക്കുന്നത് 10/8/2026 മൺഡേ ആണ്. ഓഗസ്റ്റ് 10-ാം തീയതിയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് സെയിം തന്നെയാണ്, എല്ലാ പോസ്റ്റും സെയിം ആണ്. 23/5/2026 മുതൽ 11/6/2026 വരെ. അപ്പൊ ഇതിൽ നമ്പർ ഓഫ് അപ്ലിക്കൻസ് വന്നിരിക്കുന്നത് 18,096 അപ്ലിക്കൻസ് ആണ് ഇതിൽ ടോട്ടൽ അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകൾ. ഇനി കൺഫർമേഷൻ കൊടുക്കുമ്പോൾ ഇതിലെ നമ്പറിൽ മാറ്റം വരും. സ്വാഭാവികമായിട്ടും എല്ലാവരും എന്ത് ചെയ്യാറില്ല, കൺഫർമേഷൻ കൊടുക്കാറില്ല. അപ്പൊ ഇത് നിങ്ങൾ കൺഫർമേഷൻ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കുക. അതായത് നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള ആളുകൾ, അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകളൊക്കെ കൺഫർമേഷൻ കൊടുക്കുക. ഇതൊരു ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ട് ഇപ്പൊ ഇത് മുബാറക് ഒക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. സോ എത്രയും പെട്ടെന്ന് നമ്മൾ പിന്നെ കൊടുക്കാന്നൊക്കെ വിചാരിക്കും. പലപ്പോഴും അങ്ങനെ പല ആളുകളും മിസ് ഔട്ട് ചെയ്ത് പോയലുണ്ട്. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്ത ആളുകളൊക്കെ കൺഫർമേഷൻ കൊടുക്കുക. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട എക്സാം, ഓപ്പറേറ്റർ കേരള വാട്ടർ അതോറിറ്റിയിൽ 14/8/2026 എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. 14/8/2026. അപ്പൊ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ്. ഇപ്പൊ നമുക്കറിയാം നമ്മൾ മെയ് ലാസ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പൊ ജൂൺ ജൂലൈ ആണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്, 2 മാസം. അത് കഴിഞ്ഞ് ഓഗസ്റ്റിലെ 14 ദിവസവും ചേർത്ത് കഴിഞ്ഞാൽ ഒരു 75 ദിവസമാണ് അപ്രോക്സിമേറ്റ്ലി നമുക്ക് കിട്ടാൻ പോകുന്നത്. സോ 75 ഡേയ്സ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. അത്യാവശ്യം നല്ല വേക്കൻസി വരാറുള്ള എക്സാം ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻ, കാരണം ഇവിടെ ഇലക്ട്രിക്കൽ സിലബസും മെക്കാനിക്കൽ സിലബസും ഒക്കെ ചേർന്ന് വരുന്നത് കൊണ്ട് തന്നെ വളരെ പ്രിപ്പറേഷൻ, വളരെ മികച്ചൊരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ എൻട്രിയിൽ KEE ഓപ്പറേറ്ററിന് വേണ്ടിയിട്ട് ഒരു 75 സ്റ്റഡി പ്ലാനോട് കൂടി ഒരു സ്പെഷ്യൽ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ KEE ഓപ്പറേറ്റർ ബാച്ചസിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. 19,335 പേര് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇലക്ട്രിക്കലും മെക്കാനിക്കലും കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്തിട്ട്, അതും ഡിപ്ലോമയും അതേപോലെ എഞ്ചിനീയറിംഗും IT കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്തിട്ട് പോലും 19,335 വന്നിട്ടുള്ളൂ. അപ്പൊ ഇത്തവണ ഒരു മികച്ച അവസരമായിട്ട് തന്നെ നിങ്ങൾ കാണേണ്ടതായിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രേസർ ആണ്, അത് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ LSGDയിൽ വന്നിട്ടുണ്ട്. LSGDയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ ഡിഫറെന്റ് ഡിസ്ട്രിക്റ്റിലുണ്ട് കേട്ടോ. തൃശ്ശൂർ ഉണ്ട്, വയനാട് ഉണ്ട്, കോഴിക്കോട് ഉണ്ട്. ഡയറക്ട് റിക്രൂട്ട്മെന്റ് LSGDയിൽ മാത്രമല്ല PWD ഡിപ്പാർട്ട്മെന്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 17/8/2026 ആണ് ട്രേസർ ഡയറക്ട് റിക്രൂട്ട്മെന്റ് തൃശ്ശൂരിൽ വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ കൺഫർമേഷൻ കൊടുക്കുന്ന ഡേറ്റിൽ മാറ്റമൊന്നുമില്ല. 23/5/2026 മുതൽ 11/6/2026 തന്നെ. അതിൽ 8,963 ആളുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അപ്ലൈ ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ കോഴിക്കോട് വന്നിരിക്കുന്ന ട്രേസർ എന്ന് പറയുന്നത് സോയിൽ സർവേ ഡിപ്പാർട്ട്മെന്റിലാണ് കോഴിക്കോട്. അതിൽ 21/8/2026 എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് മാറ്റമൊന്നുമില്ല. 23/5/2026 മുതൽ 11/6/2026 വരെയാണ്. 10,751 ഉദ്യോഗാർത്ഥികൾ ഈ ഒരു പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സിലാണ് ഈ എക്സാംസുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് PSCയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ഇത് കൂടാതെ ഈ എക്സാമിന്റെ എല്ലാം സിലബസും ഔട്ട് ആയിട്ടുണ്ട്. ഇപ്പൊ സബ് എഞ്ചിനീയർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുൻ വർഷത്തെ KSEB സബ് എഞ്ചിനീയർ പോലുള്ള ഒരു സിലബസ് അല്ല വന്നിരിക്കുന്നത്. സിലബസിലൊക്കെ മാറ്റങ്ങളുണ്ട്, സബ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ളതിൽ. അതുപോലെ ഓപ്പറേറ്റർ സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മുൻ വർഷങ്ങളിൽ അതേ സിലബസ് തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ എക്സാംസിന്റെ സിലബസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. ഞങ്ങളുടെ ടീം നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ എക്സാമിന്റെ എല്ലാം സിലബസ് നിങ്ങൾക്ക് പ്രൊവൈഡ്
ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ഉദ്യോഗാർത്ഥികളും, കാരണം ഇനിയും നിങ്ങളുടെ മുന്നിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമേ ഉള്ളൂ. ചുരുങ്ങിയ സമയം കൊണ്ട് സെൽഫ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ നമുക്ക് കഴിയില്ല എന്നുള്ളത് തന്നെയാണ് റിയാലിറ്റി. അപ്പൊ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരോടൊപ്പം കേരളത്തിലെ ഏറ്റവും മികച്ച റിസൾട്ട് ഉള്ള എൻട്രി ആപ്പിനോടൊപ്പം പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. അതേപോലെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ എങ്ങനെയാണ് ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. ജോയിൻ നൗ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.